ശ്രീലാൽകുമാർ, CPM-ലെ ഈ വാഴ്ത്തുപാട്ടിനെ കുറിച്ചുകൂടി ഒന്ന് പ്രതികരിക്കൂ. ഇപ്പോൾ എത്സലാം എന്ന സഭയിൽ കവിത ചൊല്ലുമ്പോൾ അത് ആദ്യത്തെ കവിതയല്ല. നേരത്തെ പ്രളയകാലത്ത് 2018 ഇതുപോലെ പ്രളയത്തെ തടുത്ത നേതാവ് എന്ന രൂപത്തിൽ ഒരു കവിത ചൊല്ലിയിട്ടുണ്ട്, അന്ന് കവിത എഴുതിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും ഒരു കവിതയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പിണറായി വിജയൻ ഒരു വിളക്കാണ്, നയിക്കുന്ന വിളക്ക്. അല്ല, എനിക്കിതിനോടൊന്നും ഒരു യോജിപ്പുള്ള ഒരാളല്ല. അതിപ്പോൾ എനിക്ക് പരസ്യമായി പറയുന്നതിന് മടിയുള്ള ആളുമല്ല. ഒരാളെ വാഴ്ത്തുകയും അത് പാട്ട് പാടുകയും അതൊക്കെ അവരുടെ ചോയ്സിനേ ഉള്ളൂ. അതൊന്നും അല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. പോയിട്ടില്ലേലും പാർട്ടി പ്രവർത്തിക്കുക സാധാരണയല്ലെന്ന് സാധാരണയായിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നു. അതിന് വിമർശനം ഉണ്ടാവും, അത് ന്യായീകരണങ്ങളുണ്ടാവും. അതൊരു ഉണ്ട്, ഞാൻ സമ്മതിച്ചല്ലോ, സമ്മതിക്കാതിരുന്നില്ലല്ലോ. കണ്ണേ കരളെ VS എന്ന് വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. അത് പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അതാ പറഞ്ഞു, ഒരു കാര്യം നമുക്ക് പൂർണ്ണമായി അംഗീകരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ എന്നൊരു ധാരണ വ്യക്തിപരമായി എനിക്കുള്ള ഒരാളല്ല. ഞാൻ എത്രയോ പ്രാവശ്യം CPM പറഞ്ഞു ഈ നയത്തോട് എനിക്ക് എതിർപ്പാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പറയും. അതുകൊണ്ട് ഞാൻ CPM കാരനോ അല്ല CPM സഹയാത്രികനാകാതിരിക്കുന്നില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ബൈപോളാർ പൊളിറ്റിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിന് കാര്യം എന്താ, അത് കോൺഗ്രസിന്റെ സ്ട്രെങ്ത് ആണെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടിരുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു. CPM അങ്ങനെ ഒരു പാദം ഇല്ല. CPM-ന് എന്നും CPM പറഞ്ഞുകൊണ്ടിരുന്നത് തിരിച്ചാണ്. അതിനകത്ത് ഈ പറയുന്ന ബൈപോളാർ എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല എന്നാണ് CPM-ന്റെ അടിസ്ഥാനപരമായ പൊസിഷൻ, അല്ലേ? അതിന് സംശയമില്ല. ഞാനാ പറഞ്ഞത് അതൊരു സ്ട്രെങ്ത് ആയിട്ട് എടുക്കാനാണെങ്കിൽ സ്ട്രെങ്ത് ആയിട്ട് കണക്കാക്കാം. സ്ട്രെങ്ത് ആണെങ്കിൽ സ്ട്രെങ്ത് ആയിട്ട് കണക്കാക്കാം എന്ന് പറഞ്ഞത്. ഒരു കാര്യം കൂടെ ഞാൻ മെയിനായിട്ട് പറയാം. നോക്കൂ, ഇവിടെ KPCC പ്രസിഡന്റിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നിൽക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണല്ലോ ചോദിച്ചത്. അപ്പം നിസാം പറഞ്ഞത് എന്താണ്? നിസാം പറഞ്ഞത് KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിന് നിശ്ചിത സമയമില്ല, അതേ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്നതിന് നിശ്ചിത സമയമുണ്ട്. അതാണല്ലോ പറഞ്ഞു തന്നത്. നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 18 സീറ്റ് കോൺഗ്രസ് ജയിക്കുന്നു, അല്ലെങ്കിൽ UDF ജയിക്കുന്നു. ഒരു സീറ്റ് CPM-ഉം ഒരു സീറ്റ് BJP-യും ജയിക്കുന്നു. അത് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിലും വലിയ നേട്ടം കോൺഗ്രസിനുണ്ടായി എന്ന് കോൺഗ്രസിനൊരു അവകാശവാദം വരുന്നു. കോൺഗ്രസിന് അങ്ങനെ ഒരു അവകാശവാദം വരുമ്പം ആ കോൺഗ്രസിനെ നയിച്ച നേതാവിന് എന്നാ ആ ക്രെഡിറ്റ് കിട്ടാത്തത്? ആ മനുഷ്യന്റെ നേതൃത്വത്തിലല്ലേ ഈ ഇലക്ഷൻ നടന്നത്? അപ്പൊ അദ്ദേഹത്തിന് അതിനൊരു ക്രെഡിറ്റ് ഇല്ലേ? അപ്പൊ അദ്ദേഹത്തിനെ മാറ്റണമെന്ന് പറയുന്നത് അത് എന്റെ ക്രെഡിറ്റ് ആണെന്ന് VD സതീശൻ പറയുകയാണ് ഉറപ്പിച്ച്. അതാണ് അതിന്റെ ഇംപ്ലൈഡ് മീനിങ്. സംശയിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഇത് ആരുടെ ക്രെഡിറ്റ് ആണ്? ശരി, VD സതീശൻ ഉറപ്പായിട്ട് ഒരു ക്രെഡിറ്റ് ഉണ്ട്. അതിനേക്കാട്ടിലും ശക്തമായി ആ കോൺഗ്രസിനെ നയിച്ച സുധാകരനില്ലേ? നയിക്കുക എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നമാണ് സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മാറ്റണം എന്നതിൽ ഒരു ആവശ്യമായി വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കുറവാണോ, അദ്ദേഹം നന്നായി പ്രവർത്തിക്കുന്നില്ലേ, VD സതീശനും അദ്ദേഹം തമ്മിലൊരു കമ്പാരിസൺ അങ്ങനെയല്ലല്ലോ. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു നേതാവിനെ മാറ്റണം എന്ന കാര്യത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ സുധാകരനായാലും ഇപ്പോൾ തന്നെ മാറ്റുന്നതിൽ കുഴപ്പമില്ല എന്നൊരു പ്രതികരണത്തിലേക്കാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തിനാണ് അതിനപ്പുറമുള്ള ചർച്ചകളിലേക്ക് നേതാക്കൾ തന്നെ കാര്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നത്? ആരോഗ്യ പ്രശ്നമാണ് സുധാകരനെ മാറ്റുന്നതെന്ന് പറയുന്നത് പുറത്ത് പറയുന്ന കാര്യമാണ്. സത്യത്തിൽ ആരോഗ്യ പ്രശ്നം കൊണ്ടല്ല. സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഒരു KPCC പ്രസിഡന്റ് ആവാൻ ഉള്ളൊരു ആരോഗ്യമൊക്കെ അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. പ്രശ്നം പാർട്ടി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഈ യോജിച്ചു പോകായ്മ തന്നെയാണ്. ഈ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമില്ല എന്നുള്ള ഒരു തോന്നൽ പൊതുവെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കിടയിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ മാറ്റൽ താല്പര്യം ഉണ്ടാവുന്നത്. സുധാകരനെ മാറ്റണം എന്നുള്ള കാര്യം സുധാകരനല്ല വെച്ച്, എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് അതുകൊണ്ട് എന്നെ മാറ്റണം എന്നല്ല പറഞ്ഞത്. VD സതീശൻ, നമ്മൾ പുറത്ത് കേൾക്കുന്നതനുസരിച്ചിട്ട് VD സതീശൻ്റെ സമ്മർദ്ദമാണ്. അങ്ങനെ VD സതീശൻ്റെ സമ്മർദ്ദത്തിനനുസരിച്ച് ഓരോ ആളുകളെയും സുധാകരനെ പോലും അറിയിക്കാതെ ദീപാദാസ് മുൻഷി ഇവിടെ നേതാക്കന്മാരെ കണ്ടതിനോട് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതല്ലേ മുൻപും സംഭവിച്ചിട്ടുള്ളത് തന്നെയല്ലേ? അതൊരു പുതിയ കാര്യമല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും നേതാക്കന്മാരെ കാണുന്നില്ല. ഈ കേരളത്തിലെ നേതാക്കന്മാരെ കാണുമ്പോൾ ഇങ്ങനെ ദേശീയ തലത്തിലുള്ള നേതാവ് വന്നിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ അദ്ദേഹം സുധാകരൻ തന്നെ പറഞ്ഞുള്ളത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ്.
അങ്ങനെ ഉണ്ടെങ്കിൽ സുധാകരൻ അറിയാതെ ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും വാക്കുകളിലൊക്കെ ഉണ്ട്. നമ്മൾ കാണേണ്ട ഇപ്പോഴും ആരോഗ്യ പ്രശ്നമെന്ന് പറയുമ്പോഴും ഇന്ന് പോലും സുധാകരൻ്റെ പ്രതികരണം ആ രീതിയിലാണല്ലോ. അദ്ദേഹം പറയുന്നതനുസരിച്ച് കാണട്ടെ എന്താണ് വരിക എന്നുള്ളത് കാണാമല്ലോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തമ്മിൽ യോജിച്ച് പോയില്ലെങ്കിൽ 2021 ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ആദ്യമേ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ്. അവരാണെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ പഴയ പോലെ ഇങ്ങനെയൊക്കെ ആളുകളെ കാണുന്നു, ചർച്ച ചെയ്യുന്നു, അല്ലാതെ അപ്പുറത്തേക്കൊന്നുമായിട്ട് പോകുന്നില്ല. വളരെ ദയനീയമായ രൂപത്തിലേക്കാണ് ഈ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ചെന്നെത്തുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസിന് കൊള്ളാം എന്ന മനസ്സിലാക്കലിലേക്ക് അവർ എത്തുമെങ്കിൽ അവർക്ക് നല്ലത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.